രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായി നാളെ നടക്കുന്ന മഹാറാലിയെ തകർക്കാൻ സർക്കാർ നീക്കം നടത്തുന്നതായി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ആശമാർക്ക് നിർബന്ധിത ട്രെയിനിംഗ് നോട്ടീസ് അയച്ചുകൊണ്ടാണ് നടപടി. ആശമാർ അതത് കേന്ദ്രങ്ങളിൽ നിന്ന് ഓൺലൈനായി ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നാണ് ഉത്തരവ്. ആശമാരുടെ രാപ്പകൽ സമരയാത്രയുടെ സംസ്ഥാനതല സമാപന സമ്മേളന ദിനമായ നാളെയാണ് ട്രെയിനിങ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ ആശമാർക്ക് രാവിലെ 10:30 മുതൽ 11:30 വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളവർക്ക് 11:30 മുതൽ 12:30 വരെയുമാണ് ട്രെയിനിങ്. കൃത്യസമയത്തിൽ എല്ലാവരും അതത് കേന്ദ്രങ്ങളിൽ നിന്ന് ഓൺലൈനായി ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിലൂടെ പറയുന്നു. അതേസമയം സമരത്തെ തകർക്കുവാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. വളരെ വിചിത്രമാണ്. കാരണം ഞങ്ങൾ കൊടുത്ത കത്ത് NHM ഡയറക്ടർക്കാണ്. അതേ ഡയറക്ടർ തന്നെയാണ് നാളെ ഒരു കമ്പൽസറി ആയിട്ടൊരു ട്രെയിനിങ് വെച്ചിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഗവൺമെൻറ്റിനെ ഞങ്ങളുടെ ഈ സമരത്തെയും നാളെ നടക്കാൻ പോകുന്ന റാലിയെയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം കേരളത്തിലെ ആശമാരും അതോടൊപ്പം പിന്തുണയ്ക്കുന്ന ആളുകളും ഒക്കെ ചേർന്ന് വലിയൊരു മഹാറാലിയായിട്ടത് മാറാൻ പോകുന്നു. ഈ സർക്കാരിൻ്റെ നെറുകേടുകളെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു നടപടി. ഞങ്ങളൊരു ശക്തിയായി അപലപിക്കുകയാണെന്ന് മാത്രമല്ല, മുഴുവൻ ആശാവർക്കർമാരും ഈ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നാളെ ഈ സമരയാത്രയിൽ പങ്കെടുക്കും. ജൂൺ 18 പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂൺ 5 തന്നെ NHM ഡയറക്ടർക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കത്ത് നൽകിയിരുന്നു. ഇത് കൂട്ടാക്കാതെയാണ് സർക്കാർ ട്രെയിനിംഗ് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. സർക്കാർ നീക്കം യാത്രയുടെ ഭാഗമായുള്ള മഹാറാലിയെ ദുർബലപ്പെടുത്താനാണെന്നും അത് നടക്കാൻ പോകുന്നില്ലെന്നും നാളെ വൻ ജനാവലി അണിനിരത്തി യാത്ര സംഘടിപ്പിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.